സ്വപ്നങ്ങളെ കൈവിടാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് യാഗമന കാലത്ത്. സ്വപ്നങ്ങളും വെളിപാടുകളാണെന്ന് ദൈവം മനുഷ്യരെ പഠിപ്പിച്ചത് ഒരു മഞ്ഞുകാലത്തല്ലേ? ചിലരെങ്കിലും സ്വപ്നത്തെ ഗൗരവമായി എടുത്തത് കൊണ്ടല്ലേ ക്രിസ്മസ് ഒരു സങ്കടമായി മാറാതിരുന്നത്? തച്ചനായ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ തെളിമയിലാണ് അവൻ മേരിയെ അപമാനിതയാക്കാതിരുന്നതും ഭാര്യയായി സ്വീകരിച്ചതും. പൗരസ്യദേശത്തെ ജ്ഞാനികളും കണ്ടു ഒരു സ്വപ്നം. ഉണ്ണീശോയെ ഹെറോദസിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ആ സ്വപ്നങ്ങളാണ്. രാത്രി സ്വപ്നങ്ങൾ തികച്ചും ദൈവികമായി ഇടപെടലായി അവർ പരിഗണിച്ചു. ക്രിസ്മസ് ദിനങ്ങളിൽ രണ്ട് തരക്കാർ ഓർമ്മിക്കുന്നത് നല്ലതാണെന്നേ. ഒന്ന്, പൗരസ്യദേശത്തെ ഈ ജ്ഞാനികൾ തന്നെ. പിന്നെ ജെറൂസലേം പുരോഹിതന്മാരാ. യഹൂദരുടെ രാജാവ് ജനിക്കുമെന്ന് രണ്ടു കൂട്ടർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. എന്നാൽ ജ്ഞാനികൾക്ക് മാത്രമേ സ്വപ്നത്തിലൂടെ മുന്നറിയിപ്പുണ്ടായുള്ളൂ. അവരാണ് ഹെറോദസിനടുത്തേക്ക് മടങ്ങി വരാതെ സ്വദേശത്തേക്ക് പോയത്. പുരോഹിതരാകട്ടെ അവർ പോലും അറിയാതെ യേശുവിനെ അപകടത്തിലാക്കുകയാണ്. യൂദയായിലെ ബെത്ലഹേമിൽ അവൻ ജനിക്കുമെന്ന് ഒറ്റിക്കൊടുക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, അവൻ്റെ സ്വപ്നദർശനം കൂടി വേണമെന്നേ. അതെ, മേരി കന്യകയായിരിക്കെ ഗർഭം ധരിച്ചപ്പോഴും ഉണ്ണിക്ക് പിറക്കുവാൻ സത്യത്തിനിടമില്ലാതെ തളർന്നപ്പോഴും ഹെറോദസ് ശിശുവിനെ വധിക്കുവാൻ ശ്രമം ആരംഭിച്ചപ്പോഴും ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും ജോസഫിന് കിട്ടിയ സ്വപ്നം അവനൊരു ബലമായിരുന്നു. ജ്ഞാനികൾക്ക് അവരുടെ സ്വപ്നമാണ് ഹെറോദസിൻ്റെ ഗൂഢാലോചനകളിൽ നിന്ന് വഴിമാറി നടക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. സ്വപ്നത്തിൽ ക്രിസ്തുവിനെ കണ്ട് അസ്വസ്ഥനായതുകൊണ്ടാണ് ക്ലോഡിയ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പിലാത്തോസിന് താക്കീത് നൽകിയത്. അവനെ വധിക്കാൻ ആഗ്രഹിക്കുന്നവനെന്നും വഴിമാറി നടക്കുവാനും അവനെ വിധിക്കുന്നവരുടെ മുമ്പിൽ അവനെ സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള കരുത്തിന് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളിൽ ക്രിസ്തു കടന്നു വരണം. ആകയാൽ സ്വപ്നങ്ങളുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക്.